Hi everyone. ഇന്ന് നമ്മൾ +1 അക്കൗണ്ടൻസിയിലെ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നത്? ആദ്യം ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനുശേഷം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ്, എന്തിനാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ് എറേഴ്സ് പലതരത്തിലുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുകയും ക്ലാസിഫൈ ചെയ്യും ചെയ്ത് അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ളതും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എറേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു റെക്ടിഫൈ ദ എറേഴ്സ്. എന്തൊക്കെ എറേഴ്സ് ഉണ്ടാവാം, ആ എറേഴ്സ് എങ്ങനെ റെക്ടിഫൈ ചെയ്യാന്ന് പഠിക്കും. അതിനുശേഷമാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അതേപോലെ സസ്പെൻസ് അക്കൗണ്ട് എന്താണ്, എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നത്. പിന്നെ ഈ കോൺസെപ്റ്റ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസും കൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. മീനിങ് ഓഫ് ട്രയൽ ബാലൻസ്. എന്താണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഓരോ ഡെബിറ്റിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഉണ്ടാവുന്നത്. അതായത് ലെഡ്ജറിലെ എല്ലാ ഡെബിറ്റ് എമൗണ്ടിനും തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് എമൗണ്ടുകളും നമ്മൾ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ട്രയൽ ബാലൻസ് എന്നത് ഈ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന അമൗണ്ട്സ് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് ഇന്ന് ട്രയൽ ബാലൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ബേസ് ചെയ്തിട്ടായിരിക്കും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷൻ്റെയും രണ്ട് ഭാഗങ്ങളിലും, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും അമൗണ്ട്സ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുന്നതും നമുക്ക് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ അറിയാനായിട്ട് സാധിക്കും. ട്രയൽ ബാലൻസ് എന്നത് ലെഡ്ജർ അക്കൗണ്ട്സിൽ നിന്നുള്ള ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും കണക്കാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിലൂടെ ഓരോ ലെഡ്ജറിന്റെയും പൊസിഷൻസ്, ഓരോ ലെഡ്ജറിന്റെയും പൊസിഷൻസ് എങ്ങനെയാണ്, എന്താണെന്നുള്ളതും നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെന്താണ് പറയുന്നത്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഇതിലൂടെ എല്ലാ അക്കൗണ്ടുകളുടെയും ലാസ്റ്റ് ഉള്ള എൻഡിങ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് കാണാനും സാധിക്കുന്നു. കൂടാതെ ഈ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ട്രയൽ ബാലൻസിന്റെ ബേസിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, 3 ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് ലെഡ്ജർ അക്കൗണ്ട്സിന്റെ അരിത്തമെറ്റിക്കൽ അക്യുറസി ഉറപ്പാക്കാനായിട്ട്. 2 അക്കൗണ്ടുകളിലെ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട്. 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ട്രയൽ ബാലൻസിന്റെ ലെഡ്ജർ അക്കൗണ്ട്സിലെ അരിത്തമെറ്റിക്കൽ അക്യുറസി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ലെഡ്ജറിലെ എല്ലാ ഡെബിറ്റും ക്രെഡിറ്റും ലെഡ്ജർ അക്കൗണ്ട്സിലുള്ള എല്ലാ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പോസ്റ്റിങ്ങുകളും ശരിയായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കലാണ്. അതേപോലെ തന്നെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു ലെഡ്ജർ സമ്മറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ടിലെ എല്ലാ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസുകളും അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് ബാലൻസുകളുടെ മൊത്തം, ട്രയൽ ബാലൻസിലുള്ള ഡെബിറ്റ് കോളത്തിലുള്ള അമൗണ്ട്സിന്റെ ടോട്ടലും ക്രെഡിറ്റ് അമൗണ്ടിന്റെ കോളത്തിലുള്ള അമൗണ്ട്സിന്റെ ടോട്ടലും കൂടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കണം, ടാലി ആയിരിക്കണം. ടാലി ആയാൽ മാത്രമേ പോസ്റ്റിങ്ങിലും അതേപോലെ തന്നെ ബാലൻസിങ്ങിലും അരിത്തമെറ്റിക്കൽ അക്യുറസി നമുക്ക് ശരിയാണ് എന്നുള്ളത് കരുതാനായിട്ട് പറ്റുള്ളൂ. എങ്കിലും ഇത് പൂർണ്ണമായിട്ടും കൃത്യമാണ് എന്നുള്ളതിന് ഒരു തെളിവല്ല. ട്രയൽ ബാലൻസ് ടാലി ആയി എന്നുള്ളതിനർത്ഥം അക്കൗണ്ടിങ് ചെയ്തത് മുഴുവൻ ശരിയാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവല്ല. അതൊരു അരിത്തമെറ്റിക്കൽ അക്യുറസി മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഉറപ്പാക്കുന്നത്. ട്രയൽ ബാലൻസ് തുല്യമായാലും, അതായത് ഈക്വൽ ആയാലും അല്ലെങ്കിൽ ടാലി ആയാലും ചിലപ്പോൾ എറേഴ്സ് ഉണ്ടാവാം.
ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ഒരു എമൗണ്ട് തെറ്റായ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയാൽ പോലും ട്രയൽ ബാലൻസ് അവിടെ ടാലി ആവും. പക്ഷെ അവിടെ അരിത്മെറ്റിക്കൽ അക്യുറസി ഉറപ്പാക്കും. പക്ഷെ പോസ്റ്റിംഗ് കറക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനി എറേഴ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് പറയുന്നത് സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ട്രയൽ ബാലൻസ് തുല്യമാണെങ്കിലും അല്ലെങ്കിൽ ടാലി ആയാലും അഥവാ ക്രെഡിറ്റിന്റെയും ഡെബിറ്റ് കോളങ്ങളും ഈക്വൽ ആയാലും ചിലവിടെയൊക്കെ എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ആ എറേഴ്സിന്റെ മെയിൻ കാരണങ്ങൾ എന്താണ്? അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ട്രയൽ ബാലൻസിൽ ലെഡ്ജർ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും ഇൻ കേസ് ഈക്വൽ ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന എറേഴ്സ് എവിടെയൊക്കെ ആയിരിക്കും? സബ്സിഡറി ബുക്സിലുള്ള ടോട്ടലിംഗ് ചെയ്യണ സമയത്ത് മേ ബി എറേഴ്സ് വന്നത് കൊണ്ടായിരിക്കും ട്രയൽ ബാലൻസ് ടാലി ആവാതെ വന്നത്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് മാത്രം ഇട്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സബ്സിഡറി ബുക്സിന്റെ ടോട്ടലിംഗ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ജേർണൽ എൻട്രീസ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വല്ല എററും സംഭവിച്ചതായിരിക്കാം. അല്ലെങ്കിൽ അക്കൗണ്ടുകളുടെ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ മിസ്റ്റേക്ക് കാരണമായിരിക്കാം എന്താണ് ട്രയൽ ബാലൻസ് ടാലി ആവാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എമൗണ്ട് മേ ബി തെറ്റായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് കോളത്തിന്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വന്ന മിസ്റ്റേക്ക് കൊണ്ടും ആവാം. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ട്രയൽ ബാലൻസ് ടാലി ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ള എറേഴ്സ് ഇതൊക്കെയാണ്. കൂടാതെ ഈ ട്രയൽ ബാലൻസ് ഈക്വൽ ആയാലും ടാലി ആയാലും ചില എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ഈവൻ ദോ ട്രയൽ ബാലൻസ് ടാലി ആയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് അക്കൗണ്ട് ചെയ്തത് കറക്റ്റ് ആണ്. പക്ഷെ അക്കൗണ്ടിങ് ചെയ്തത് കറക്റ്റ് ആണ് എന്നുള്ളതിനുള്ള ഒരു തെളിവല്ല ട്രയൽ ബാലൻസ് ടാലി ആയി എന്നുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിയായിട്ടുള്ള ഒരു എമൗണ്ട് തെറ്റായിട്ടുള്ള ഒരു അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു എമൗണ്ട് ഒരേപോലെ ഡെബിറ്റും ക്രെഡിറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിലും ട്രയൽ ബാലൻസ് ടാലി ആവും. പക്ഷെ അവിടെ അക്കൗണ്ടിങ് ചെയ്തത് തെറ്റാണ്. അപ്പോൾ ഇവ രണ്ടും ട്രയൽ ബാലൻസിന്റെ ടാലി ആവുന്നതിനെ ബാധിക്കുന്നില്ല. പക്ഷെ അക്കൗണ്ടുകളിൽ അക്കൗണ്ട് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വേണം, മിസ്റ്റേക്ക് വരും ഇതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രയൽ ബാലൻസ് എന്നത് ഒരു അക്കൗണ്ടിങ് റെക്കോർഡിനെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണികയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രയൽ ബാലൻസ് ലഭിച്ചതിന് ശേഷം ലെഡ്ജേഴ്സ് വീണ്ടും പരിശോധിക്കേണ്ട ആവശ്യമില്ല. ട്രയൽ ബാലൻസ് ശരിയായി ടാലി ആയാൽ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനുള്ള ആദ്യ പടിയാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പാണ് ട്രയൽ ബാലൻസ് ടാലി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രയൽ ബാലൻസിൽ കാണിക്കുന്ന എല്ലാ റവന്യൂ ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടും നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ ട്രയൽ ബാലൻസിൽ കാണുന്ന അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സിന്റെ ബാലൻസ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ വരും ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് കുറച്ചും കൂടി സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻട്രി നോക്കാം. ഇപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ഒരു എൻട്രി മാത്രമാണ് ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നടന്നിരിക്കുന്നതെന്ന് വെക്കാം. അപ്പോൾ ക്യാപിറ്റൽ ആയിട്ട് 50,000 ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 50,000 പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം അക്കൗണ്ടിങ് ടൈറ്റിൽ വേണം, ദെൻ ലെഡ്ജർ ഫോളിയോ, പിന്നെ ഡെബിറ്റ് എമൗണ്ടിന്റെ കോളം, ക്രെഡിറ്റ് എമൗണ്ടിന്റെ കോളം. അങ്ങനെ 4 കോളംസ് മാത്രമാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. ഇപ്പോൾ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഈ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ നടന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാഷിന്റെ ലെഡ്ജർ ബാലൻസ് എത്രയായിരിക്കും? 50,000. ക്യാപിറ്റലിന്റെ ലെഡ്ജർ ബാലൻസ് 50,000. ക്യാഷിന് ഡെബിറ്റ് ബാലൻസും ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ടൈറ്റിലിന്റെ അവിടെ ക്യാഷ് എന്ന് കൊടുത്തു. ക്യാഷിന്റെ ബാലൻസ് എത്രയാണ്? 50,000. അതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് എമൗണ്ടിന്റെ അവിടെ നമ്മൾ 50,000 കൊടുത്തു. ക്യാപിറ്റലിന് എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ
ക്രെഡിറ്റ് എമൗണ്ടിന്റെ അവിടെ 50,000 കൊടുത്തു. എന്നിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുകയാണ്. ഡെബിറ്റ് എമൗണ്ടിന്റെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 50,000. ക്രെഡിറ്റ് എമൗണ്ടിന്റെ ടോട്ടൽ എത്രയാണ് വരുന്നത്? 50,000. അപ്പൊ രണ്ട് സൈഡും എന്തായി? ടാലി ആയി. ഓക്കെ, അപ്പൊ ട്രയൽ ബാലൻസ് ടാലി ആയി എന്ന് പറയാം. ഇനി ട്രയൽ ബാലൻസ് ടാലി ആയാലും ചില മിസ്റ്റേക്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 1 lakh rupees ആണ് എന്ന് വെച്ചോളൂ. ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 1 lakh rupees ആണെന്നുണ്ടെങ്കിൽ, ഈവൻ ദോ ഈ ഒരു ട്രയൽ ബാലൻസ് ടാലി ആയാലും അവിടെ അക്കൗണ്ടിങ്ങിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആയതുകൊണ്ട് അക്കൗണ്ടിങ്ങിൽ മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളത് അർത്ഥമില്ല. പക്ഷെ ട്രയൽ ബാലൻസ് ടാലി ആയില്ലെങ്കിൽ എന്തൊക്കെ മിസ്റ്റേക്ക് വരാമെന്ന് പഠിച്ചു നമ്മൾ. അപ്പൊ ട്രയൽ ബാലൻസ് ടാലി ആയി എന്നുള്ളതിന് അർത്ഥം അവിടെ അരിത്തമെറ്റിക്കൽ അക്യുറസി മാത്രമാണ് ഉറപ്പാക്കുന്നത്, അല്ലാണ്ട് റെക്കോർഡ് ചെയ്തതിന്റെ അക്യുറസി അവിടെ ഉറപ്പാക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 50,000 ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒരേ എമൗണ്ട് കറക്റ്റ് പോസ്റ്റിംഗ് ചെയ്തു, ട്രയൽ ബാലൻസ് ടാലി ആയി. പക്ഷെ ആക്ച്വലി എമൗണ്ട് എത്രയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? 1 lakh ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വേണം വരുത്താൻ, അറിയാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, മെത്തേഡ് ഓഫ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം. മെയിൻ ആയിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ട്രയൽ ബാലൻസ് 3 രീതികളിലായിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ടോട്ടൽ മെത്തേഡ്, ബാലൻസസ് മെത്തേഡ്, ടോട്ടൽ കം ബാലൻസസ് മെത്തേഡ്. ടോട്ടൽ മെത്തേഡ്, ടോട്ടലിനെ അടിസ്ഥാനമാക്കിയിട്ട് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിനെയാണ് ടോട്ടൽസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഓരോ ലെഡ്ജർ അക്കൗണ്ടിന്റെയും ഡെബിറ്റ് സൈഡിലെയും ക്രെഡിറ്റ് സൈഡിലെയും മൊത്തം തുകയും വേർതിരിച്ച് കണക്കാക്കി അവ ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ഓരോ ഡെബിറ്റിനും തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ക്രെഡിറ്റ് ഉണ്ടാവുന്നത് കൊണ്ട് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് കോളം ടോട്ടലും ക്രെഡിറ്റ് കോളം ടോട്ടലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എങ്കിലും ഈ രീതി പ്രാക്ടിക്കലി കൂടുതലും ഉപയോഗിക്കാറില്ല. കാരണം ഇതിലൂടെ അക്കൗണ്ടുകളുടെ യഥാർത്ഥ ബാലൻസ് പരിശോധിക്കാനോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രയൽ ബാലൻസിൽ നിന്ന് നേരിട്ട് പ്രിപ്പയർ ചെയ്യാനോ സാധിക്കാത്തത് കാരണം ഈ ഒരു മെത്തേഡ് യൂഷ്വലി ആരും ഉപയോഗിക്കാറില്ല. ഓക്കെ, നെക്സ്റ്റ് ബാലൻസസ് മെത്തേഡ്. ബാലൻസ് അടിസ്ഥാനമാക്കിയിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി. ഈ രീതിയിൽ ട്രയൽ ബാലൻസ് എപ്പോഴും ലെഡ്ജർ അക്കൗണ്ട്സിന്റെ ബാലൻസ് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും തയ്യാറാക്കുന്നത്. അതായത് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രകാരം ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇത് തയ്യാറാക്കുന്നത്. അതിനുശേഷം ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളം മൊത്തം കണക്കാക്കി നോക്കുമ്പോൾ അത് ടാലി ആണോ എന്നുള്ളതും നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ബാലൻസ് ഉപയോഗിക്കുന്നത് ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട, അതായത് ട്രയൽ ബാലൻസ് നെറ്റ് ബാലൻസ് എടുക്കാനുള്ള കാരണം അല്ലെങ്കിൽ ബാലൻസ് എടുക്കാനുള്ള കാരണം ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും നെറ്റ് എഫക്റ്റ് വ്യക്തമാക്കുന്നതാണ് എന്ത്? ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നു. പ്രാക്ടിക്കലി ഇൻഡിവിജ്വൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന് പകരം സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന ഒറ്റ തുകയായിരിക്കും നമ്മൾ ട്രയൽ ബാലൻസിൽ കാണിക്കുന്നുണ്ടാവുക. സപ്പോസ് ഒരു 10 or 5 അല്ലെങ്കിൽ വലിയ വലിയ കമ്പനീസിലൊക്കെ ആണെങ്കിൽ 100 or 200 ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡെപ്റ്റേഴ്സിന്റെയും പേര് എഴുതിയിട്ട് നമ്മൾ ട്രയൽ ബാലൻസിൽ കാണിക്കാറില്ല. പകരം അത്രയും ഡെപ്റ്റേഴ്സിന്റെ ടോട്ടൽ എമൗണ്ട് എടുത്തിട്ട് സൺട്രി ഡെപ്റ്റേഴ്സ് വന്നിട്ട് ഒറ്റ എമൗണ്ട് ആയിട്ടായിരിക്കും നമ്മൾ ട്രയൽ ബാലൻസിൽ കാണിക്കുക. അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന്റെ കാര്യം വരികയാണെങ്കിലും ഇൻഡിവിജ്വൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന് പകരം സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന ഒറ്റ തുകയായിരിക്കും ട്രയൽ ബാലൻസിൽ കാണിക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് ടോട്ടൽ കം ബാലൻസ് മെത്തേഡ്. ടോട്ടലും ബാലൻസും ചേർന്ന ഒരു രീതി. ഈ രീതി മുമ്പത്തെ രണ്ടെണ്ണത്തിന്റെയും എന്താ പറയാ സംയോജനം ആണെന്ന് പറയാം. രണ്ടും കൂടി ഒന്നിച്ച് ചേർന്നതാണെന്ന് പറയാം. ഇതില് 4 കോളങ്ങൾ ഉണ്ടാവും. രണ്ടെണ്ണം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടോട്ടൽസ് എഴുതാനും മറ്റൊരെണ്ണം ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ബാലൻസ് എഴുതാനും. എന്നാൽ ഈ രീതി കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു രീതി യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവാത്തത് കാരണം ഈ ഒരു രീതിയും, അതായത് ഈ ടോട്ടൽ കം ബാലൻസ് മെത്തേഡും ആരും യൂഷ്വലി ഫോളോ ചെയ്യാറില്ല. അപ്പോൾ ഏകദേശം എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബാലൻസ് മെത്തേഡ്. ബാലൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് ആ 3 രീതി?
ടോട്ടൽസ് മെത്തേഡ്, ബാലൻസ് മെത്തേഡ്, ടോട്ടൽസ് കം ബാലൻസ് മെത്തേഡ്. അപ്പോൾ പ്രാക്ടിക്കലി എല്ലാവരും ട്രയൽ ബാലൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ബാലൻസസ് മെത്തേഡ് ആണ് യൂസ് ചെയ്യാറ്. നമുക്കിനി ബാലൻസസ് മെത്തേഡ് പ്രകാരം ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ലെഡ്ജറിന്റെ ബാലൻസസ് എല്ലാം നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇല്ലസ്ട്രേഷനിൽ തന്നിട്ടുണ്ട്. റാവത്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 60,000, മിഷനറി 1,10,000, സെയിൽസ് 70,000, വേജസ് 20,000. ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്, മിഷനറിക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ദെൻ വേജസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാണ്. അക്കൗണ്ട് ടൈറ്റില്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ ആദ്യം എന്താ തന്നിരിക്കുന്നത്? റാവത്സ് ക്യാപിറ്റൽ. റാവത്സ് ക്യാപിറ്റൽ എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതി. ദെൻ മിഷനറി. മിഷനറിക്ക് നെക്സ്റ്റ് മിഷനറി വന്ന് നമ്മൾ കൊടുത്തു. മിഷനറിക്ക് എത്രയാണ് എമൗണ്ട്? 1,10,000 ആണ്. അതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് 1,10,000 കൊടുത്തു. ദെൻ സെയിൽസ്. സെയിൽസ് 70,000. സെയിൽസ് റവന്യൂ ആയതുകൊണ്ട് തന്നെ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് ക്രെഡിറ്റ് സൈഡ് 70,000 എഴുതി. ദെൻ വേജസ്. വേജസ് 20,000. ഡെബിറ്റ് ബാലൻസ് ആണ്, എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡ് വേജസിന്റെ ടോട്ടൽ എമൗണ്ട് 20,000 എഴുതി. എന്നതിന് ശേഷം നമ്മൾ എന്ത് നോക്കുകയാണ്? ടോട്ടൽ ചെയ്ത് നോക്കുകയാണ്. ഡെബിറ്റ് കോളും ക്രെഡിറ്റ് കോളും ടോട്ടൽ ചെയ്ത് നോക്കുകയാണ്. ഡെബിറ്റ് കോളത്തിന്റെ ടോട്ടൽ എത്ര വരുന്നുണ്ട്? 1,10,000 പ്ലസ് 20,000 1,30,000. ക്രെഡിറ്റ് കോളത്തിന്റെ ടോട്ടൽ ആണെന്നുണ്ടെങ്കിൽ 60,000 പ്ലസ് 70,000 ഈക്വൽ ടു 1,30,000. അപ്പോൾ ഡെബിറ്റ് കോളത്തിന്റെ ടോട്ടലും ക്രെഡിറ്റ് കോളത്തിന്റെ ടോട്ടലും ടാലി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിലൂടെ നമുക്ക് അരിത്മെറ്റിക്കൽ അക്യുറസി നമുക്ക് ഇവിടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ബാലൻസസ് മെത്തേഡ് പ്രകാരം തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ട്രയൽ ബാലൻസ് എഗ്രിമെന്റ്. ട്രയൽ ബാലൻസ് എഗ്രി ആവണേന്റെ അല്ലെങ്കിൽ ടാലി ആവണേന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഒരു അക്കൗണ്ടന്റിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ടാലി ആക്കുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് ട്രയൽ ബാലൻസ് തുല്യമായാൽ അതിനർത്ഥം എല്ലാ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ് എൻട്രീസ് ശരിയായ രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. എങ്കിലും ട്രയൽ ബാലൻസ് ടാലി ആയാലും അക്കൗണ്ട്സിന്റെ അക്യുറസി പ്രൂഫ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ട്രയൽ ബാലൻസ് തുല്യമായാൽ അതിലൂടെ ഉറപ്പാവുന്നത് ലെഡ്ജർ പോസ്റ്റിംഗിന്റെ അരിത്മെറ്റിക്കൽ അക്യുറസിയാണ്. പക്ഷെ എൻട്രീസ് ശരിയായ രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനുള്ള പ്രൂഫ് അല്ല ട്രയൽ ബാലൻസ് ടാലി ആയി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില എറേഴ്സിന്റെ ഫലമായിട്ട് ട്രയൽ ബാലൻസ് ടാലി ആവാതിരിക്കാം. ചില എറേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും ട്രയൽ ബാലൻസ് ടാലി ആവാം. അപ്പൊ സാധാരണയായി കാണപ്പെടുന്ന ചില എറേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ ടോട്ടൽസ് നമ്മൾ കൂട്ടണ സമയത്ത് വന്ന എറേഴ്സ് ആവാം, അല്ലെങ്കിൽ സബ്സിഡറി ബുക്സിന്റെ ടോട്ടൽ എടുക്കുന്ന സമയത്ത് വന്ന മിസ്റ്റേക്സ് ആവാം, അല്ലെങ്കിൽ സബ്സിഡറി ബുക്സിന്റെ മൊത്തം പോസ്റ്റിംഗിൽ വന്ന എറേഴ്സ് ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ബാലൻസ് തെറ്റായ കോളത്തിലേക്ക് റെക്കോർഡ് ചെയ്തതാവാം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ബാലൻസ് ട്രയൽ ബാലൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല, മേ ബി അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് നമ്മൾ കണക്കാക്കുന്ന സമയത്ത് വന്ന മിസ്റ്റേക്ക് ആവാം. ജേർണൽ എൻട്രീസ് തെറ്റായി പോസ്റ്റ് ചെയ്തതായിരിക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജേർണൽ അല്ലാന്നുണ്ടെങ്കിൽ സബ്സിഡറി ബുക്കിൽ തെറ്റായ അക്കൗണ്ടിൽ amount record ചെയ്തതാവാം. അപ്പൊ ഈ പറഞ്ഞ എറേഴ്സ് ഒക്കെ കൊണ്ട് ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരാം. അപ്പോൾ ചില എറേഴ്സ് ട്രയൽ ബാലൻസിനെ ടാലി ആക്കാതിരിക്കും, ചില എറേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിലും ട്രയൽ ബാലൻസ് ടാലി ആവും. ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. എറേഴ്സിന്റെ സ്വഭാവം വെച്ചിട്ട് നമുക്ക് 4 രീതിയിൽ എറേഴ്സിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്.
ഇനി ഇത് ഓരോന്നും ഏത് തരത്തിലുള്ള മിസ്റ്റേക്സ് ആണ് അല്ലെങ്കിൽ എറേഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് എറർ ഓഫ് കമ്മീഷൻ. എന്താണ് എറർ ഓഫ് കമ്മീഷനിൽ പറയുന്നത്? രേഖപ്പെടുത്തുന്നതിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള പിശകുകൾ, എറേഴ്സ്, റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള പിശകുകൾ. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ക്ലറിക്കൽ എറേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് തെറ്റായ പോസ്റ്റിംഗ്, തെറ്റായ ടോട്ടലിംഗ്, തെറ്റായ ബാലൻസിങ് അല്ലെങ്കിൽ തെറ്റായ എമൗണ്ട് രേഖപ്പെടുത്തൽ, ഇതൊക്കെയാണ് ഈ എറർ ഓഫ് കമ്മീഷനുള്ള എക്സാമ്പിൾസ്. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി വന്നിട്ട് ഗുഡ്സ് വർത്ത് ₹25,000 ഈസ് സോൾഡ് ടു പ്രീത്പാൽ. പ്രീത്പാൽ പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് 25,000 രൂപയുടെ വിലയുള്ള ഒരു ഗുഡ്സ് സെയിൽ ചെയ്തു. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? സെയിൽസിന്റെ അക്കൗണ്ടിൽ 25,000 തന്നെ ഇട്ടു. പക്ഷെ ഈ പ്രീത്പാലിന്റെ അക്കൗണ്ടിൽ നമ്മൾ 25,000 പകരം 2,500 എന്നുള്ളത് റെക്കോർഡ് ചെയ്തു. അതായത് ഒരു സീറോ ഇടാനായിട്ട് അവിടെ വിട്ടുപോയി. അപ്പൊ അതിനർത്ഥം എന്താണ്? ട്രയൽ ബാലൻസ് ടാലി ആവില്ല. കാരണം ഇപ്പോ സെയിൽ നടന്നതാണ് അല്ലെ, സെയിൽ നടന്നു, പ്രീത്പാലിനാണ് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എൻട്രി വരിക? നമുക്കിപ്പോ ക്രെഡിറ്റിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിക്ക് നോക്കാം. അപ്പൊ പ്രീത്പാലിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രീത്പാലിനെ ഡെബിറ്റ് ചെയ്യും അല്ലെ. പ്രീത്പാൽ ഡെബിറ്റ് അക്കൗണ്ട് ഇട്ട് എത്ര രൂപയാണ് നമ്മൾ തെറ്റായിട്ടിരിക്കുന്നത്? 2,500 രൂപ തെറ്റായിട്ടിട്ടു. ടു സെയിൽസ്. സെയിൽസ് നമ്മൾ എത്രയാണ് ഇട്ടിരിക്കുന്നത്? സെയിൽസ് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. എത്ര? 25,000 പറഞ്ഞിട്ടിട്ടു. അപ്പോ നമ്മളിപ്പോ ഇത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ലെഡ്ജറിന്റെ ബാലൻസ് ആണ് നമ്മൾ എന്തിലിടുന്നത്? ട്രയൽ ബാലൻസിലേക്ക് ഇടുന്നത്. ട്രയൽ ബാലൻസിൽ എത്ര കോളം ഉണ്ട്? അക്കൗണ്ട് ടൈറ്റിൽ, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് കോളും ക്രെഡിറ്റ് കോളും അല്ലെ. അപ്പോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ സെയിൽ അല്ലേ നടന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സെയിൽസ് വന്നിട്ട് അക്കൗണ്ട് ടൈറ്റിൽ കൊടുത്തു. സെയിൽസ് നമ്മൾ എത്ര രൂപയാണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് സെയിൽസിന് വന്നിരിക്കുന്നത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് 25,000 തന്നെ ഇട്ടു. പക്ഷേ ഈ പ്രീത്പാലിന്റെ അക്കൗണ്ടിന് നമ്മൾ എത്ര രൂപ ഇട്ടിട്ടുള്ളൂ? 2,500 എന്നാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ലെഡ്ജർ അക്കൗണ്ടിൽ അല്ലെ. അപ്പൊ ട്രയൽ ബാലൻസിൽ ചെയ്യുമ്പോൾ അതിന്റെ എന്താ പറയാ, ലെഡ്ജർ ബാലൻസിന്റെ നെറ്റ് ക്ലോസിംഗ് ബാലൻസ് അല്ലേ നമ്മൾ ഇടുന്നത്. അപ്പൊ പ്രീത്പാലിന്റെ അക്കൗണ്ടിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 2,500 എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ ബാലൻസ് അല്ലേ നമ്മൾ ഇടുക. അങ്ങനെ നോക്കുമ്പോ എന്താണ്? ക്രെഡിറ്റ് സൈഡ് കോളം എത്ര വന്നു? നമുക്ക് 25,000 വന്നു ടോട്ടൽ. ഇവിടെ നോക്കുമ്പോഴോ 2,500 വന്നുള്ളൂ ട്രയൽ ബാലൻസിൽ. അപ്പൊ ട്രയൽ ബാലൻസിന്റെ ടോട്ടൽ എന്തായി? ടാലി ആവുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് ഗെറ്റിംഗ് ടാലീഡ്. അപ്പൊ ഇങ്ങനെയുള്ള മിസ്റ്റേക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയും. ക്ലറിക്കൽ എറേഴ്സ്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്റൻഷനലി അല്ലാതെ വന്ന ചില മിസ്റ്റേക്സ്, അതായത് ആ ക്ലറിക്കൽ എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എറർ ഓഫ് ഒമിഷൻ. എന്താണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്? ഒഴിവാക്കപ്പെട്ട പിശകുകൾ. ഈ എറർ ഓഫ് ഒമിഷൻ വന്നിട്ട് രണ്ട് തരത്തിലാവാം. ഒന്ന് കംപ്ലീറ്റ് ഒമിഷനും രണ്ട് പാർഷ്യൽ ഒമിഷനും. എന്താണ് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ട്രാൻസാക്ഷൻ മുഴുവനായും റെക്കോർഡ് ചെയ്യാതിരിക്കുക. അതിനെയാണ് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഹന് 10,000 റുപ്പീസിന്റെ ഒരു ക്രെഡിറ്റ് സെയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ക്രെഡിറ്റ് സെയിൽ മോഹൻ 10,000 റുപ്പീസിന് നമ്മളൊരു ക്രെഡിറ്റ് സെയിൽ നടത്തി. പക്ഷെ അത് സെയിൽസ് ബുക്കിൽ രേഖപ്പെടുത്തിയതേ ഇല്ല. സെയിൽസ് ബുക്കിലും രേഖപ്പെടുത്തിയില്ല, മോഹന്റെ അക്കൗണ്ടിലും രേഖപ്പെടുത്തിയില്ല. എവിടെയും ആ ഒരു ട്രാൻസാക്ഷൻ വന്നിട്ടേ ഇല്ല. അപ്പൊ ഇതിനാണ് എന്ത് പറയുന്നത്? കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർഷ്യൽ ഒമിഷൻ. പാർഷ്യൽ ഒമിഷൻ പറഞ്ഞാൽ എന്താണ്? ട്രാൻസാക്ഷൻസ് ഭാഗികമായിട്ട് മാത്രം റെക്കോർഡ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ, മോഹന് വന്നിട്ട് 10,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് സെയിൽ നടത്തി. അപ്പൊ സെയിൽസ് ബുക്കില് മോഹന്റെ 10,000 റുപ്പീസിന്റെ ക്രെഡിറ്റ് സെയിൽ നടത്തി പറഞ്ഞിട്ട് സെയിൽസ് ബുക്കിൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്തു. പക്ഷെ അത് മോഹന്റെ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി. അതിനെയാണ് എന്ത് പറയുന്നത്? പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുന്നത്. പകുതി റെക്കോർഡ് ചെയ്തു, പകുതി റെക്കോർഡ് ചെയ്തില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് ഒമിഷനും പാർഷ്യൽ ഒമിഷനും രണ്ടും എറർ ഓഫ് ഒമിഷന്റെ ഭാഗമാണ്. അപ്പോൾ എറർ ഓഫ് ഒമിഷൻ വന്നിട്ട് രണ്ട് തരത്തിലുണ്ട്, കംപ്ലീറ്റ് ഒമിഷനും പാർഷ്യൽ ഒമിഷനും. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എറർ ഓഫ് കമ്മീഷനും എറർ ഓഫ് ഒമിഷനും.
ക്ലറിക്കൽ മിസ്റ്റേക്ക് വരണതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞത്. എറർ ഓഫ് ഒമിഷൻ പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുന്നത്, ഒന്നില്ലെങ്കിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുന്നതിനെയാണ് നമ്മൾ എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് എറർ എന്താണ് പറയുന്നത്, എറർ ഓഫ് പ്രിൻസിപ്പിൾ. എന്താണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ലംഘിക്കുമ്പോഴാണ് ഇത്തരം എറേഴ്സ് ഉണ്ടാവുന്നത്. ഇത് പ്രധാനമായിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിൽ തെറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ തെറ്റായിട്ട് വിചാരിച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടോ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടോ നമ്മൾ വർഗീകരണം ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ എറേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഇതിന്റെ ഫലം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിട്ടുള്ള ഇൻകം, അസറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ലൈബിലിറ്റീസ് പ്രതിഫലിക്കാനായിട്ട് ഇടവരും. ഉദാഹരണം, ബിൽഡിങ്ങിൽ കുറച്ച് അഡീഷൻ ചേർത്തി നമ്മൾ, അതായത് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ കുറച്ച് പോർഷൻസ് കൂടി എന്ത് ചെയ്തു, നമ്മൾ ബിൽഡ് ചെയ്ത് ചേർത്തി. അപ്പൊ പുതിയ നിർമ്മാണം ആ ചെലവുകൾ വന്നിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവണതിന് പകരം അതിനെ, ഇപ്പൊ ഒരു ബിൽഡിങ്ങിൽ ഒരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ഒരു റൂം കൂടി ആഡ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അവിടെ ബിൽഡിങ്ങിലാണ് അവിടെ ഒരു അഡീഷൻ വരേണ്ടത്, പക്ഷെ പകരം അതിനെ റിപ്പയർസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്താൽ അതെന്താവും, എറർ ഓഫ് പ്രിൻസിപ്പിൾ ആവുന്നു അല്ലെ. അതിനെ അസറ്റിന്റെ ആ ഒരു എക്സ്പെൻസിനെ അസറ്റിന്റെ കൂടെ ആഡ് ചെയ്യണതിന് പകരം എക്സ്പെൻസ് ആയിട്ട് റിപ്പയർസ് അക്കൗണ്ടിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ട്രയൽ ബാലൻസ് ടാലി ആവണതിനെ ബാധിക്കുന്നില്ല, പക്ഷെ എന്താണ്, അവിടെ തെറ്റായിട്ടുള്ള പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ മിഷനറി പർച്ചേസ് ജേർണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുന്നതിന് പകരം പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ റെന്റ് പെയ്ഡ് തെറ്റായിട്ട് ലാൻഡ് ലോർഡിന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിനെ നമ്മൾ എന്ത് പറയും, എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയും. മിഷനറി പർച്ചേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു അസറ്റ് ആണ് അല്ലെ, അതിന് പകരം പർച്ചേസ് എന്നുള്ള എക്സ്പെൻസിൽ കയറ്റിയാലോ, സെയിൽസ് ആൻഡ് പർച്ചേസ്, അത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് പോവുക. മിഷനറി പർച്ചേസ് ചെയ്ത് അസറ്റ് പർച്ചേസ് ചെയ്ത് അത് ബാലൻസ് ഷീറ്റിലേക്കാണ് പോകേണ്ടത്. പക്ഷെ ഇങ്ങനെ തെറ്റായിട്ട് ക്ലാസിഫൈ ചെയ്തത് കാരണം ട്രയൽ ബാലൻസിൽ ടോട്ടൽ ആവുന്നതിൽ ഈ ഒരു എറേഴ്സ് ബാധിക്കുന്നില്ല. പക്ഷെ എന്താണ്, അവിടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ തെറ്റായിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. എന്താണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ, പരസ്പരം ഇല്ലാതാക്കുന്ന എറേഴ്സ്. ഇത് രണ്ടോ അല്ലെങ്കിൽ അതിലധികം എറേഴ്സ് ഒരേ സമയം സംഭവിച്ചാൽ അവരുടെ മൊത്തം ഫലം വന്നിട്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അമൗണ്ടിന്റെ തുല്യതയെ ബാധിക്കാതിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പർച്ചേസ് ബുക്കിൽ 10,000 നമ്മൾ അധികമായിട്ട് പർച്ചേസ് ചെയ്തു പറഞ്ഞിട്ട് കാണിച്ചു, ഓവർകാസ്റ്റ് ചെയ്ത് കാണിച്ചു. 10,000 റുപ്പീസിന്റെ പർച്ചേസ് നമ്മൾ അധികം പർച്ചേസ് ചെയ്തു പറഞ്ഞിട്ട് കാണിച്ചു. ഓക്കെ, അതേസമയം സെയിൽസ് റിട്ടേൺ ബുക്കിൽ 10,000 റുപ്പീസ് കുറച്ചും കാണിച്ചു. നമുക്കിപ്പോൾ 20,000 റുപ്പീസിന്റെ റിട്ടേൺ വന്നിട്ടുണ്ടാവും, പക്ഷെ 10,000 പറഞ്ഞിട്ട് നമ്മൾ മിസ്റ്റേക്ക് ആയിട്ട് കാണിച്ചു. അപ്പോൾ ഒരവിടെ വന്നിട്ട് നമ്മൾ കൂടുതലായിട്ട് കാണിച്ചു, പിന്നെ ഒരവിടെ എന്തായി, കുറവായിട്ടും കാണിച്ചു. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് എന്തായി, ടാലി ആയിട്ട് പോയി. അപ്പൊ ഈ രണ്ട് പശകളും തമ്മിൽ എന്ത് ചെയ്തു, ഈ എറേഴ്സും തമ്മിൽ എന്തായി, കോമ്പൻസേറ്റ് ആയിട്ട് പോയി. ഒന്ന് കൂടുതൽ കാണിച്ചു, മറ്റൊന്ന് കുറവായിട്ടും കാണിച്ചു. അപ്പൊ അത് രണ്ടും തമ്മിൽ എന്തായി, ടാലി ആയിട്ട് പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസിന്റെ ടാലി ആക്കുമ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് ടാലി ആവണതിനെ ബാധിക്കില്ല, പക്ഷെ അവിടെ ഒരു അക്കൗണ്ടിങ്ങിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് വേണം, അല്ലെങ്കിൽ എറേഴ്സ് വന്നിട്ടുണ്ട്, ബട്ട് ട്രയൽ ബാലൻസിന്റെ ടാലി ആവണതിന് അത് ബാധിച്ചിട്ടും ഇല്ല. ലൊക്കേറ്റിംഗ് എറേഴ്സ് ഇൻ ട്രയൽ ബാലൻസ്. എങ്ങനെയാണ് നമ്മൾ ട്രയൽ ബാലൻസിലുള്ള എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാം? എറേഴ്സ് കണ്ടെത്താനുള്ള മാർഗങ്ങൾ. ഒരു ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരാതിരുന്നാൽ അതിൻ്റെ അർത്ഥം എറേഴ്സ് ഉണ്ട്, ആ ഒരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിൽ എറേഴ്സ് ഉണ്ടായിരിക്കാം എന്നതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിന് മുന്നേ ആ എറേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി റെക്ടിഫൈ ചെയ്യുകയും വേണം. ട്രയൽ ബാലൻസ് ടാലി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അക്കൗണ്ടന്റ് ചില സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് ആ എറേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തി അത് റെക്ടിഫൈ ചെയ്യണം. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എറേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക? ആദ്യത്തത്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളംസ് വീണ്ടും പരിശോധിക്കണം. ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളത്തിന്റെ ടോട്ടൽ വീണ്ടും റീകാസ്റ്റ് ചെയ്യുക, അതായത് കൂടുതൽ ശരിയാണോ എന്നുള്ളത് ഉറപ്പാക്കുക.
രണ്ട്, ലെഡ്ജർ അക്കൗണ്ടുകളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കണം. ട്രയൽ ബാലൻസിൽ കാണുന്ന അക്കൗണ്ട് ടൈറ്റിലും അമൗണ്ട്സും ലെഡ്ജർ അക്കൗണ്ടിങ്ങിലെ വിവരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണം. ഒരു അക്കൗണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ലയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു തുക തെറ്റായിട്ടാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്, പരിശോധിക്കാനായിട്ട്. പഴയ വർഷത്തില് നെക്സ്റ്റ് പറയുന്നത് പഴയ വർഷങ്ങളിലെ പ്രീവിയസ് ഇയറിലെ ട്രയൽ ബാലൻസ് എടുത്തു നോക്കണം. ഇപ്പോഴത്തെ ട്രയൽ ബാലൻസ് മുൻപുള്ള വർഷം പ്രീവിയസ് ഇയറിലെ ട്രയൽ ബാലൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. പുതിയ അക്കൗണ്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ, പഴയ ഏതെങ്കിലും അക്കൗണ്ട് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു വലിയ വ്യത്യാസം കണ്ടെത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ കാരണം കണ്ടെത്തണം. മേ ബി അവിടെ ആയിരിക്കും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവുക. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ബാലൻസ് വീണ്ടും പരിശോധിക്കണം. ഓരോ ലെഡ്ജർ അക്കൗണ്ടിന്റെയും ബാലൻസ് ശരിയാണോ എന്ന് വീണ്ടും കണക്ക് കൂട്ടിയിട്ട് പരിശോധിക്കണം. പോസ്റ്റിങ്ങിന്റെ കൃത്യത ഉറപ്പാക്കണം. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, അതായത് ജേർണൽസ്, ക്യാഷ് ബുക്ക്, സെയിൽസ് ബുക്ക്, ഈ പറഞ്ഞ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തത് ശരിയായ രീതിയിലാണോ എന്നുള്ളത് പിന്നീട് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ്, ഈ ട്രയൽ ബാലൻസിന്റെ ടോട്ടൽ എടുത്തു നോക്കുമ്പോൾ ഡെബിറ്റ് കോളത്തിന്റെ അമൗണ്ടും ക്രെഡിറ്റ് കോളത്തിന്റെ അമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 2ല് ഡിവിസിബിൾ ആയി പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എറർ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? അതായത് ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കോളത്തിന്റെ വ്യത്യാസം 2ല് ഡിവിസിബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുക മറ്റൊരു അക്കൗണ്ടിന്റെ റോങ് സൈഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതായത് ഡെബിറ്റ് കോളത്തില് 1500 റുപ്പീസ് അധികമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം മേ ബി ക്രെഡിറ്റ് കോളത്തിൽ 750 റുപ്പീസ് തെറ്റായിട്ട് ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 750 റുപ്പീസ് തുക വരുന്ന എല്ലാ ഡെബിറ്റ് എൻട്രീസും പരിശോധിച്ചാലായിട്ട് മതി. നെക്സ്റ്റ്, ഡിഫറൻസ് തുക മുഴുവനും മറന്ന് പോസ്റ്റിംഗ് ആണോ എന്നുള്ളത് പരിശോധിക്കണം. അതായത് ചിലപ്പോൾ ഒരു എൻട്രി പൂർണ്ണമായിട്ടും പോസ്റ്റ് ചെയ്യാൻ തന്നെ മറന്നു പോയതായിരിക്കും. അപ്പൊ അതിന്റെ തുക ട്രയൽ ബാലൻസിന്റെ ഡിഫറൻസ് ആയിട്ട് മേ ബി കാണാം. മുൻ ഉദാഹരണത്തിലെ പോലെ ഈ 1500 രൂപ വ്യത്യാസം കാണിച്ചാൽ അത്രയും തുകയുടെ ഒരു ക്രെഡിറ്റ് പോസ്റ്റിംഗ് മറന്നു പോയിട്ടുണ്ടാവാം. അതായിരിക്കും ഡിഫറൻസിനുള്ള കാരണം. ഇനി ഡിഫറൻസ് 9ല് ഡിവിസിബിൾ ആണോന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. വ്യത്യാസം 9ല് ആ ഡിഫറൻസ് എമൗണ്ട് ഡിവൈഡഡ് ബൈ 9ല് ചെയ്ത് പോകുന്നുണ്ട്, റിമൈൻഡർ 0 ആയി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വ്യത്യാസം 9ല് ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്പോസിഷൻ എറർ ആയിരിക്കും. അഥവാ സംഖ്യയിലെ അക്കങ്ങൾ മാറ്റി എഴുതിയിട്ടുള്ള മിസ്റ്റേക്ക് ആകാം. ഉദാഹരണം പറയുകയാണെങ്കിൽ 459 ഡെബിറ്റ് എമൗണ്ട് ആയി രേഖപ്പെടുത്തുന്നതിന് പകരം 454 ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 459 ഡെബിറ്റ് എമൗണ്ട് ആയിട്ട് റെക്കോർഡ് ചെയ്തതിന് പകരം 954 ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം, അതായത് 459 ആണ് റെക്കോർഡ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ എത്രയായി? 954 ആയി. അപ്പോൾ അങ്ങനെ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എത്രയാണ്? 459ഉം 954ഉം തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് 495 ആയിരിക്കും അല്ലെ? ഈ 495 എന്നുള്ളത് 9ല് ഡിവിസിബിൾ ആയിട്ട് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ ട്രാൻസ്പോസിഷൻ എറർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതുപോലെ ഡെസിമൽ പോയിന്റ് തെറ്റായി വെച്ചാലും ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യാസം 9ല് ഡിവിസിബിൾ ആയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അമൗണ്ട്സ് എങ്ങാനും തെറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ട് മാറ്റി എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ട്രയൽ ബാലൻസിലുള്ള എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്.